തിരുവനന്തപുരത്തെ നമ്മുടെ കഴിഞ്ഞ 15 വർഷത്തെ ജനനായകനെ കടിച്ചാ പൊട്ടാത്ത വാചകവും നട്ടാൽ കുരുക്കാത്ത വാഗ്ദാനങ്ങളുമായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെയായി. അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഗീർവാണമിറക്കി ആ മാന്യ അദ്ദേഹം ഒരു പുസ്തകം തന്നെ അടിച്ച് ഇറക്കിയതാണ് ഇപ്പോ. നാട്ടുകാർക്ക് വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിലും MP സാറിന് വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. പുസ്തകത്തിൽ വായിച്ചു കേട്ടത്, ഞങ്ങള് പെട്ടെന്ന് പൂവാർ ബീച്ചിലോട്ട് പോയി. പക്ഷേ ശശി തരൂർ സാറിന്റെ ഈ വലിയ അവകാശവാദമൊന്നും അവിടെ കണ്ടില്ല കേട്ടോ. അവിടെ മാത്രമല്ല, ചുറ്റുവട്ടത്തെ പ്രദേശത്തൊന്നും നമ്മുടെ MP അദ്ദേഹത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾ ഒന്നുമില്ല. ദാ പൊഴിയൂര് ബീച്ചിൽ പോയോ, പൊട്ടിപ്പൊളിഞ്ഞ തീരവും കെട്ടിടങ്ങളും പിന്നെ ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യരെയും കാണാം. വലിയതുറയിൽ പോയാലും ശംഖുമുഖം തീരപ്രദേശത്ത് പോയാലും വീട് നഷ്ടപ്പെട്ട ജനങ്ങളുടെ രോദനം ഇപ്പോഴും കേൾക്കാം. താങ്കൾ അധികം വിയർക്കാതെ രാഷ്ട്രീയത്തിൽ വന്നിറങ്ങിയത് കൊണ്ട് ജനങ്ങളെയും പിന്നെ ജനസേവനത്തിന്റെയും ഒക്കെ പ്രയാസം വലിയ പിടിയില്ലായിരിക്കും അല്ലെ? ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. താങ്കൾ ആദ്യം വന്നപ്പം എന്തായിരുന്നു ഒരു ഹൈപ്പ്? എന്തൊക്കെയായിരുന്നു സാർ മോഹന വാഗ്ദാനങ്ങളായി നൽകിയത്? പിന്നെ അല്ലേ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആ സീഡികൾ ചില്ലറക്കാരില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ ചായ. കണ്ടകോളിന് സാറിന്റെ ഈ ബിസിനസ് ഇനി ഇവിടെ നടക്കൂല. സാറിന്റെ കടപൂട്ടി ജനം കടലിലെറിയും. മുങ്ങാമെങ്കിൽ മുങ്ങിയെടുത്തോ കേട്ടോ. വെറും വേഷം കെട്ടി പവനായി അവസാനം തുറന്നു കാണിക്കപ്പെടുകയാണ് സാറേ. ജനം ദുരിതം അനുഭവിച്ച് നടക്കുന്നു. വലിയ പത്രാസ് കാണിച്ച് നടക്കാൻ പറ്റുന്നതിന് ദാ ലാസ്റ്റ് തീയതി ഫിക്സ് ആയി കേട്ടോ. ഏപ്രിൽ 26 വരെ വിലസം. അത് കഴിഞ്ഞാൽ ഔട്ടാണേ, ഔട്ട്.